സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എസ്തപ്പന്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോകുന്ന ദീപികയാണെങ്കിൽ മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടാ, നമ്മളിപ്പോ നന്ദുവിന്റെ അടുത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് പറയുന്നു എല്ലാം കൊണ്ടും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനായെന്ന്. നന്ദു എവിടെയാണെന്നും അവൻ സുഖമായി ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ദേവി പറയുമ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ എന്നും മുരളി പറയുന്നു. ശേഷം നന്ദനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആളൊഴിഞ്ഞൊരു കെട്ടിടത്തിലാണ് താനുള്ളതെന്നും അടുത്തെങ്ങും ആരുമില്ലെന്നും അവന് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ അവിടേക്ക് ആ ഒരു കെട്ടിടത്തിലേക്ക് ആരൊക്കെയോ പുതിയ അതിഥികൾ എത്തുന്നുണ്ട്. എന്തായാലും കാറും മറ്റുമൊക്കെ തന്നെ അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. പുതിയ എന്തോ ഒരു പ്ലാനിങ് പ്രകാശ് ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ദേവിക്കാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചും കൂടി അറിവ് കിട്ടുന്നുണ്ട്. അതായത് നന്ദനെ എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സംഘം സഞ്ചരിച്ച ആ കാറിന്റെ നമ്പർ തിരിച്ചറിയണം. അങ്ങനെ ആ ഒരു കാറ് വഴി അന്വേഷണം മുന്നോട്ട് പോകാനാണ് ദേവിക തീരുമാനിക്കുന്നതും അത് സിദ്ധാർത്ഥിനെ അറിയിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനാണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത പ്രഭാവതി അറിയിക്കുകയാണ്. അതായത് തനിക്ക് സമാധാനിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. നന്ദനെ കൊണ്ടുപോയ ആ ഒരു വാഹനത്തിന് നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് നമ്മുടെ മകനെ നമ്മുടെ കയ്യിൽ കിട്ടും, ദേവിക മോൾ ഇപ്പോൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാവുകയാണ്. എന്തായാലും പ്രകാശന്റെ ചതിമുഖം അല്ലെങ്കിൽ അവന്റെ കള്ളക്കളികളൊക്കെ തന്നെ അഴിഞ്ഞു വീഴാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. നന്ദൻ തിരിച്ച് ചന്ദ്രത്ത് വീട്ടിലേക്കും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.